നെറ്റിയിൽ പടരുന്ന വിയർപ്പിൻ തുള്ളികൾ പൊന്നിൻ തിളക്കമുള്ള മുത്തുകളാണ്. ഭൂമിയിൽ നന്മ തൻ വിത്തുകൾ പാകുന്ന പുണ്യം നിറഞ്ഞൊരാ കൈകളാണ്. വിയർപ്പു തുള്ളികൾ മണ്ണിൽ ഉണങ്ങും മുൻപ് നൽകണം കൂലി എന്നോദിയ പ്രവാചകൻ. തൊഴിലാളി തൻ നോവ് നെഞ്ചോട് ചേർത്തുവെച്ച് നീതി തൻ പുതുവഴി കാട്ടിത്തന്നു. യജമാനനല്ല നീ തോളോട് തോൾ ചേരും കൂടപ്പിറപ്പായി കരുതണം അവനെ. താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ നൽകാതെ താങ്ങായി മാറണം സ്നേഹപൂർവം. കൈത്തഴമ്പേറ്റൊരാ കരങ്ങളെ ചുംബിച്ച കാരുണ്യദൂതന്റെ പാതയോരം അധ്വാനമെന്നത് അല്ലാഹുവിൻ്റെ മുന്നിൽ അർപ്പണബോധത്തിൻ്റെ ഇബാദത്താണ്. ചൂഷണമില്ലാത്ത നീതി പുലരുന്ന ലോകം പണിയുവാൻ കൈകോർക്കാം. തൊഴിലാളി തൻ വിയർപ്പും മനസ്സും നാടിൻ കരുത്തായി മാറ്റിടാം. തൊഴിലാളി തൻ വിയർപ്പും മനസ്സും നാടിൻ കരുത്തായി മാറ്റിടാം. നെറ്റിയിൽ പടരുന്ന വിയർപ്പിൻ തുള്ളികൾ പൊന്നിൻ തിളക്കമുള്ള മുത്തുകളാണ്. ഭൂമിയിൽ നന്മ തൻ വിത്തുകൾ പാകുന്ന പുണ്യം നിറഞ്ഞൊരാ കൈകളാണ്. കവിതയിലെ പ്രധാന ആശയങ്ങൾ: അധ്വാനത്തിൻ്റെ പരിശുദ്ധി. വിയർപ്പിനെ മുത്തുകളോടും അധ്വാനത്തെ പുണ്യത്തോടും ഉപമിച്ചിരിക്കുന്നു. പ്രവാചക വചനം: വിയർപ്പ് ഒടുങ്ങുന്നതിനു മുമ്പ് കൂലി നൽകുക എന്ന പ്രസിദ്ധമായ ഹദീസിനെ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനവികത: തൊഴിലാളിയെ ഒരു വേലക്കാരനായല്ല, മറിച്ച് കൂടപ്പിറപ്പായി കാണണമെന്ന സന്ദേശം. ഇബാദത്ത്: ആത്മാർത്ഥമായ ജോലി അള്ളാഹുവിന് നൽകുന്ന ആരാധനയ്ക്ക് തുല്യമാണെന്ന ഇസ്ലാമിക വീക്ഷണം. ഇസ്ലാമിൽ യഥാർത്ഥത്തിൽ പറയുന്നൊരു കാര്യം കൂടി: ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ അമലുകളും അതൊക്കെ സ്വീകാര്യമായി തീരുന്നത്, അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ്. ഏതൊരു വിഷയത്തിലും ഏതൊരു കർമ്മത്തിനും നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ജോലിയും അങ്ങനെ തന്നെ. ചുരുക്കത്തിൽ തൊഴിലാളികൾ, അവർക്ക് ഇസ്ലാം മഹത്തായ സ്ഥാനം കൽപ്പിക്കുന്നുണ്ട്. അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ മറ്റുള്ളവരോട് ഈ വിശുദ്ധ മതം കൽപ്പിക്കുന്നുണ്ട്. ഇസ്ലാമും തൊഴിലാളികളും എന്ന വിഷയത്തിൽ ജമിനിയോട് ഒരു കവിത ചോദിച്ചപ്പോൾ തന്നതാണിത്.